ഹായ് ഫ്രണ്ട്സ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻസിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പ്രസൻറ്റ് ടെൻസ് പഠിച്ചു. അത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടെൻസ് ആയതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കുറേ ക്ലാസ് ആക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ട് പഠിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടെൻസ് എത്ര ഫോമിലുണ്ട്. 3 ഫോമിലാണുള്ളത്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, ഇവർക്ക് ഓരോരുത്തർക്കും 4 വകഭേദമുണ്ട്. ടോട്ടൽ നമ്മൾ 12 ടെൻസിനെ കുറിച്ചിട്ട് പഠിച്ചു. ഇതിൽ നമ്മൾ പ്രസൻറ്റിനെ കുറിച്ചിട്ട് ഓൾറെഡി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, പാസ്റ്റ് ഏതൊക്കെ രീതിയിലുണ്ട്? പാസ്റ്റിനെ നമ്മൾ 3 രീതിയിൽ പഠിച്ചു: സിമ്പിൾ പാസ്റ്റ്, ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതാണ് പാസ്റ്റിൻ്റെ 4 ഫോം. ഓക്കെ, നമുക്ക് ആദ്യം സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പഠിക്കാം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ എന്ത് സാധനം ഏതൊരു ടെൻസ് പഠിച്ചാലും 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. എന്താണ്? ബേസ് ഫോം പഠിക്കുക, അതാണ് തന്നെ കീവേഡ്സ് പഠിക്കുക. ഓക്കെ, ബേസ് ഫോമും കീവേഡ്സും പഠിക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ ബേസ് ഫോം എന്താണ്? നമ്മൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചു ഇല്ലേ? സിമ്പിൾ പ്രസൻറ്റ് എന്തായിരുന്നു? കീവേഡ്സ് എന്ന് പറയുന്നത് ഡു ഓർ ഡസ് പ്ലസ് V1 ആയിരുന്നു ഇല്ലേ? സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ പാസ്റ്റ് വരും. സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുക. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ബേസ് ഫോം എന്തായിരുന്നു? ഡു ഓർ ഡസ് പ്ലസ് V1 ആയിരുന്നു. അപ്പോൾ എന്ത് വരും? അതിൻ്റെ പാസ്റ്റ് വരെ സിമ്പിൾ പാസ്റ്റിൽ ഡിഡ് പ്ലസ് V1 ആയിരിക്കും. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 ആണ് ഇതിൻ്റെ ബേസ് ഫോം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ബേസ് ഫോം എന്തായിരുന്നു? ഡു ഓർ ഡസ് പ്ലസ് V1 ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ അതിൻ്റെ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 വരും. ഓക്കെ, ഇനി ഇതെന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, എന്തിനായിരിക്കും സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്? ടോട്ടലി പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആക്ഷൻ കംപ്ലീറ്റ്ലി ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. മൊത്തത്തിലൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി സിമ്പിൾ പാസ്റ്റിൽ പറയുമ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ കുറച്ച് വേർഡ്സ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുക. അതായത് യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ഇതൊക്കെ ആയിരിക്കും അതിന് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ടൈമും ഉണ്ടാവും അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ പാസ്റ്റിൻ്റെ കീവേഡ്സ് ആദ്യം ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തൊക്കെയാണ് സിമ്പിൾ പാസ്റ്റിൻ്റെ കീവേഡ്സ് എന്ന് പറയുന്നത്? ഈ സാധനങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് കീവേഡ്സ്: യെസ്റ്റർഡേ, ലാസ്റ്റ് വെച്ചിട്ട് ലാസ്റ്റ് പ്ലസ് എല്ലാം, ലാസ്റ്റ് ഡേ ഓർ ലാസ്റ്റ് മന്ത് ഓർ ലാസ്റ്റ് ഇയർ, ഓക്കെ, പ്ലസ് ലാസ്റ്റ് വീക്ക് ഓർ ലാസ്റ്റ് അവർ. ഓക്കെ, ഇതെല്ലാം ലാസ്റ്റ് കഴിഞ്ഞെന്നുള്ളതാണ്. ലാസ്റ്റിൻ്റെ കൂടെ വരുന്നില്ല. ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് അവർ, ഇതൊക്കെ. ഓക്കെ, പിന്നെ എഗോയുടെ കൂടെ എല്ലാം. ഓക്കെ, എഗോ വരുന്നുണ്ട്. പിന്നെ എ ഫ്യൂ മിനിറ്റ്സ് എഗോ, റീസെൻ്റ്ലി ഇപ്പം എന്ന് പറഞ്ഞാലും പാസ്റ്റ് ആണ് കേട്ടോ, റീസെൻ്റ്ലി. പിന്നെ നമുക്കിപ്പം നമ്മൾ പറയുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ എന്താണ് സിമ്പിൾ പാസ്റ്റ്. ഇപ്പം നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന എത്ര സമയത്താണ്? ഇപ്പം ഞാൻ പറയാണ്, ഞാൻ 8 മണിക്കാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പം 7:59 വരെ എന്താണ് സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് പറയാം. 8 മണിക്ക് തൊട്ട് മുമ്പുള്ള സമയം വരെ. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പുള്ള സമയം 7, 6, 5 അങ്ങനെ ഓരോ ടൈം നമുക്ക് പറയാം. നമ്മൾ പഠിക്കുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം ഇപ്പം 2026 ആണ്, 2025 പാസ്റ്റ് ആണ്, 2024 അതിന് മുന്നേ ഉള്ള വർഷങ്ങൾ നമുക്കിതിൽ ഇൻഡിക്കേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷം വരെ, ഇതെല്ലാം എന്താണ് പാസ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ കീവേഡ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വരുന്ന എല്ലാം, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് അവർ, എഗോ, എ ഫ്യൂ മിനിറ്റ്സ് എഗോ, റീസെൻ്റ്ലി, ഈ 2024 അങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്, കംപ്ലീറ്റ് ആയിട്ട് പാസ്റ്റ് നടന്ന കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ: ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഐ വന്നുകൊണ്ട് പ്ലൂറൽ, മെറ്റ് കണ്ടോ, പ്ലൂറൽ വെർബ് വരുന്നു. ഐ മെറ്റ്, ഞാൻ അവനെ കണ്ടു. എന്നാൽ യെസ്റ്റർഡേ കണ്ടോ, യെസ്റ്റർഡേ ഇന്നലെ. അപ്പോൾ യെസ്റ്റർഡേ സിമ്പിൾ പാസ്റ്റിൻ്റെ കീവേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് മനസ്സിലാവും സിമ്പിൾ പാസ്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. ഓക്കെ, 1947 കാണുമ്പോൾ തന്നെ അറിയാം പാസ്റ്റ് ആണ്. ഇന്ത്യ 1947 സ്വാതന്ത്ര്യം കിട്ടി. ഓക്കെ, ഇനി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞ കണക്ക് തന്നെ എന്താണ് സിമ്പിൾ പാസ്റ്റിലുള്ള പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് കാണിക്കാൻ.
ഓക്കെ, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനാണ്. ഇപ്പം നടക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ പണ്ട് സ്ഥിരമായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പഠിക്കത്തില്ല. ഓക്കെ, ഹാബിച്വൽ ആക്ഷൻ എന്ന് വെച്ചാൽ എന്താ? തുടർച്ചയായ പ്രവർത്തനങ്ങൾ. പണ്ട് ഞാൻ തുടർച്ചയായി പഠിക്കുമായിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെ പഠിക്കണില്ല. അപ്പോൾ ഇപ്പം പഠിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് റെലവൻ്റ് അല്ല. പാസ്റ്റിൽ ഞാൻ തുടർച്ചയായിട്ട് പഠിക്കുമായിരുന്നു. ഓക്കെ, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്. എക്സാമ്പിൾ, ഐ ഓൾവേസ് ക്യാരി ആൻ അംബർല. ഞാൻ എപ്പോഴും എന്തുണ്ടായിരുന്നു? അംബർല ക്യാരി ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എപ്പോഴും അംബർല കൊണ്ട് നടക്കുമായിരുന്നു. ഓക്കെ, ഐ ഓൾവേസ് ഡ്രങ്ക്. ഓക്കെ, പാസ്റ്റ് ആണ് ഡ്രങ്ക്. കണ്ടോ, ക്യാരി ഒക്കെ പാസ്റ്റ് ആണ്. പാസ്റ്റ്, ഐ ഓൾവേസ് ഡ്രങ്ക് ടീ വെൻ ഐ വാസ് എ ചൈൽഡ്. ഐ ഓൾവേസ് ഡ്രിങ്ക് ടീ വെൻ ഐ വാസ് എ ചൈൽഡ്. ഓക്കെ, പാസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നടന്ന പാസ്റ്റിൽ നടന്ന ഹാബിച്വൽ ആക്ഷൻ. ഞാൻ എപ്പോഴും ചായ കുടിക്കുമായിരുന്നു ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത്. പിന്നെ നമ്മളെപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഇപ്പം നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ് പറഞ്ഞല്ലോ. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻസ് പറയുമ്പോൾ നമുക്കിത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമായതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആണോ സിമ്പിൾ പ്രസൻറ്റ് ആണോ എന്ന് ഡൗട്ട് വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലെ ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് യൂസ്ഡ് ടു. ഓക്കെ, യൂസ്ഡ് ടു. ഓക്കെ, അപ്പം ഐ യൂസ്ഡ് ടു വിസിറ്റ്. എക്സാമ്പിൾ പറയാം, ഐ യൂസ്ഡ് ടു വിസിറ്റ് ലൈബ്രറി എവറി ഡേ. ഓക്കെ, യൂസ്ഡ് ടു വന്നാൽ തന്നെ എന്തെന്ന് മനസ്സിലാക്കുക, സിമ്പിൾ പാസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഐ യൂസ്ഡ് ടു വിസിറ്റ് ലൈബ്രറി എവറി ഡേ. ഞാൻ പണ്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ലൈബ്രറി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ വിസിറ്റ് ചെയ്യാറില്ല, പക്ഷേ പണ്ട് ഞാൻ സ്ഥിരമായിട്ട് ലൈബ്രറി വിസിറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, പിന്നെ യൂസ്ഡ് ടുവിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടുവിൻ്റെ കൂടെ എപ്പോഴും V1 ഫോം ആയിരിക്കും വരിക. വെർബിൻ്റെ ഫസ്റ്റ് ഫോം യൂസ്ഡ് ടു വിസിറ്റ്, യൂസ്ഡ് ടു റീഡ്. ഓക്കെ, യൂസ്ഡ് ടു പ്ലേ. ഓക്കെ, എപ്പോഴും യൂസ്ഡ് ടുവിൻ്റെ കഴിഞ്ഞിട്ട് V1 ഫോം ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് യൂസ്ഡ് ടു. യൂസ്ഡ് ടു പ്ലസ് V1. ഓക്കെ, ഐ യൂസ്ഡ് ടു വിസിറ്റ് ലൈബ്രറി എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും പണ്ട് ലൈബ്രറി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് 2 ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാസ്റ്റിൽ നടന്ന കാര്യമാണ്. ബേസ് ഫോം പഠിക്കുക. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 ആണ്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസ്റ്റ് ഫോം. പിന്നെ കീവേഡ്സ് പഠിക്കുക. യെസ്റ്റർഡേ, ലാസ്റ്റ് വരുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ വരും. എഗോ, എ ഫ്യൂ മിനിറ്റ്സ് എഗോ, റീസെൻ്റ്ലി, നമ്മൾ പറയുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, മുന്നത്തെ ഇയർ, ഇതൊക്കെ എന്തിൽ വരും? സിമ്പിൾ പാസ്റ്റിൽ വരും. ഓക്കെ, പിന്നെ സിമ്പിൾ പാസ്റ്റിൽ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് യൂസ്ഡ് ടു. യൂസ്ഡ് ടുവിൻ്റെ കൂടെ എപ്പോഴും V1 ഫോം ആയിരിക്കും വരിക. ക്വസ്റ്റ്യൻ നോക്കാം. ഗോവിന്ദ് ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്റ്റോപ്പ്ഡ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സ്റ്റോപ്പ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് വിൽ സ്റ്റോപ്പ്, ഡി എന്ന് പറയുന്നത് ഹാവ് സ്റ്റോപ്പ്ഡ്. ഓക്കെ, നോക്കിയേ, ഗോവിന്ദ് ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. ഓക്കെ, ലാസ്റ്റ് ഇയർ കണ്ടോ? മുന്നത്തെ ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സിമ്പിൾ പാസ്റ്റിൻ്റെ കീവേഡാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു സെൻറ്റൻസ് എന്തിലെ സെൻറ്റൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ആണിത്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് നടന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഇതിനകത്തേക്ക് എടുത്ത് അപ്ലൈ ചെയ്യുക. ഇനി ഓപ്ഷനിലേക്ക് നോക്കുക. ഇവിടെ എച്ച് വന്നു. എച്ചുകൾ എപ്പോഴും എന്താണ്? പെർഫെക്റ്റുകളാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ടെൻസ് അല്ല, അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാം. ഇനി വരുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റിൽ. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ എന്താ? വേർഡ് എപ്പോഴും പാസ്റ്റ് ഫോം ആയിരിക്കുമല്ലോ, വെർബിൻ്റെ പാസ്റ്റ് ഫോം. ദേ സ്റ്റോപ്പ്ഡ്. ഓക്കെ, ഗോവിന്ദ് സ്റ്റോപ്പ്ഡ് പ്ലേയിങ് ക്രിക്കറ്റ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം തന്നെ ഗോവിന്ദ് ക്രിക്കറ്റ് കളിക്കുന്നത് നിർത്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രേണു ഡാഷ് ഹർ ആൻറ്റി യെസ്റ്റർഡേ. ഓപ്ഷൻ എ വിസിറ്റ്സ്, ഓപ്ഷൻ ബി വിസിറ്റിംഗ്, ഓപ്ഷൻ സി വിസിറ്റ്, ഓപ്ഷൻ ഡി വിസിറ്റഡ്. ഓക്കെ, രേണു ഡാഷ് ഹർ ആൻറ്റി യെസ്റ്റർഡേ. യെസ്റ്റർഡേ വന്നുകൊണ്ട് നമുക്കറിയാമല്ലോ, യെസ്റ്റർഡേ ഇന്നലെ. അപ്പോൾ ഇതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ്. രേണു അവളുടെ ആൻറ്റീനെ ഇന്നലെ വിസിറ്റ് ചെയ്തു, കാണാൻ പോയി. അപ്പോൾ എന്തായിരിക്കും? രേണു വിസിറ്റഡ്, ED പാസ്റ്റ് അല്ലേ, ഡിഡ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 അല്ലേ? ഓക്കെ, അപ്പോൾ ഡിഡ്, വിസിറ്റഡ്. അടുത്ത ടെൻസ് എന്ന് പറയുന്നതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ പഠിക്കുക? ബേസ് ഫോമും കീവേഡും.
ഓക്കെ, കീവേഡ്. ബേസ് ഫോം എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ് നമ്മൾ പഠിച്ചത്? പ്രസന്റ് കണ്ടിന്യൂസ് എന്താണെന്ന് പഠിച്ചത്? ഈസ്, ആർ പ്ലസ് ING അല്ലേ പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചത്. അപ്പോൾ പ്രസന്റിന്റെ കറക്റ്റ് പാസ്റ്റ് അല്ലേ നമ്മൾ ഇവിടെ വരേണ്ടത്. അപ്പോൾ ഈസാമാറിന്റെ പാസ്റ്റ് എന്താ? വാസ് ഓർ വെയർ പ്ലസ് ING വരും. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING. സോ ഇത് ഭയങ്കര ഈസിയാണ് എഴുതാൻ വേണ്ടി. കണ്ടോ, പ്രസന്റ് കണ്ടിന്യൂസ് ഈസാമാർ പ്ലസ് ING ആണെങ്കിൽ കറക്റ്റ് അതിന്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് വരും, വാസ് ഓർ വെയർ പ്ലസ് ING. ഓക്കെ, അതായത് ING എന്ന് പറയുന്നത് ഇവിടെ വെർബ് എടുത്തെഴുതാൻ കാര്യമില്ല, വാസ് ഓർ വെയർ പ്ലസ് വെർബിന്റെ ING ഫോം. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണല്ലോ, നമ്മൾ പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ആക്ഷൻ ഗോയിങ് ഓൺ ദ പാസ്റ്റ്. ഓക്കെ, പാസ്റ്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആക്ഷൻ കാണിക്കാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഓക്കെ, ദ ചിൽഡ്രൻ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. ചിൽഡ്രൻ എന്താണ്? പ്ലൂറലാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വെയർ ഉപയോഗിച്ചു. ചിൽഡ്രൻ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. കുട്ടികൾ എന്തായിരുന്നു? പാസ്റ്റിലും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ പാസ്റ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ദാറ്റ് ഗോയിങ് ഓൺ ദ പാസ്റ്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ വാസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. ഞാൻ എന്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു? പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഐ വാസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. ഐ എന്താണ്? സിംഗുലർ ആയതുകൊണ്ടാണ് വാസ് വന്നത്. കണ്ട, ഐ വാസ് അറ്റൻഡിങ്. ചിൽഡ്രൻ പ്ലൂറൽ ആയതുകൊണ്ട് വെയർ വന്നു. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചേക്കാം. പാസ്റ്റിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റിൽ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ തന്നെ വേറൊരു ആക്ഷനും അതിന് ഈക്വൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, ഇപ്പോൾ രണ്ട് ആക്ഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുക. ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വേറൊരു ആക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ വേറൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്രവൃത്തിയും കൂടെ അതിൻ്റെ കൂടെ നടക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പാസ്റ്റിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കേ, ഒരു പ്രവൃത്തി നടക്കുകയാണ്, പാസ്റ്റിൽ ഒരു പ്രവൃത്തി നടക്കുകയാണ്, മറ്റൊരു പ്രവൃത്തി എന്ത് ചെയ്യുക? തുടരുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഏതാണ്ട് ഒരു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ ഉണ്ടോ, ഓൾറെഡി പാസ്റ്റിൽ ഒരു പ്രവൃത്തി നടക്കുകയാണ്, അതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്രവൃത്തിയും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പാസ്റ്റിൽ നടക്കുന്ന പ്രവൃത്തിയിൽ നമ്മൾ എന്തെടുക്കും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് എടുക്കും. ഇപ്പം അതിൻ്റെ കൂടെ വേറൊരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതിന് എന്തെന്ന് പറയും? നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എടുക്കും. ഓക്കെ, ഇവിടെ രണ്ട് പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഓൾറെഡി ഒരു പ്രവൃത്തി പാസ്റ്റിൽ നടക്കുകയാണ്, അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കണ്ടിന്യൂ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. ഓക്കെ, അപ്പം പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറയുന്നത് എന്താ? ഒരു പ്രവൃത്തി പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ അതേസമയം അവിടെ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടായിരുന്നു, അത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു കോമ്പിനേഷനാണ്, സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു കോമ്പിനേഷനാണിത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. പാസ്റ്റിൽ ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പാസ്റ്റ് നടക്കുന്ന പ്രവൃത്തിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട്, ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. വെൻ ദ phone rang, he was studying. Okay, when the phone rang, he was studying. ഫോൺ റാങ് ചെയ്തു, ബെല്ലടിച്ചു. ഫോണിൻ്റെ ബെല്ലടിക്കുന്ന സമയത്തും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവനവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ ഫോൺ എടുത്തില്ല, അവനവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹി വാസ് സ്റ്റഡിങ് എന്നുള്ളത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫോമാണ്. കണ്ടോ, ഹി വാസ് കണ്ടോ, വാസ്, ഹി സിംഗുലർ ആയതുകൊണ്ട് വാസ് വന്നു പ്ലസ് ING, വാസ് ഓർ വെയർ പ്ലസ് ING. ഇതെന്താണ്? പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അവൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ഒരു പ്രവൃത്തി അവിടെ നടന്നായിരുന്നു, സിമ്പിൾ പാസ്റ്റിൽ ഒരു ആക്ഷൻ നടന്നു. എന്ത്? ഫോൺ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫോൺ റാങ്. കണ്ടോ, റാങ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, റിങ്ങിൻ്റെ റാങ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഇത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഒരു കാര്യം നടന്നു, അതേസമയം വേറൊരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇതൊരു കോമ്പിനേഷനാണ്, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, വേറൊരെണ്ണമെന്ന് പറയുന്നത് വെൻ ഹർ ഫാദർ കെയിം ഷീ വാസ് പ്ലേയിങ്
പിയാനോ. ഓക്കെ, ഈ രണ്ട് കോമ്പിനേഷനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ വെൻ എന്ന് പറയുന്ന കൺജങ്ഷൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, വെൻ എന്ന് പറയുന്ന കൺജങ്ഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഓക്കെ, ഷീ വാസ് പ്ലേയിങ് പിയാനോ. അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു കണ്ടിന്യൂസ് ആക്ഷനാണ്. കൊണ്ടോ ഷീ സിംഗുലർ ആൻഡ് വാസ് പ്ലസ് ഐ എൻ ജി, വാസ് ഓർ വെൽ പ്ലസ് ഐ എൻ ജി വരുമ്പോൾ എന്തായിരിക്കും? ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അവൾ പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ മുന്നേ ഒരു പ്രവൃത്തി നടന്നു. എന്താണ്? അവളുടെ അച്ഛൻ വന്നു. അച്ഛൻ ഓൾറെഡി അവിടെ വന്നു. അപ്പോൾ എന്താണ്? സിമ്പിൾ പാസ്റ്റ്. ഫാദർ കെയിം കണ്ടോ? പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് വെർബിൻ്റെ പാസ്റ്റ് ഫോം കണ്ടോ? ഫാദർ വന്ന സമയത്ത് അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫാദർ വന്നു, പക്ഷെ അവൾ പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു, ഒരു ആക്ഷൻ ഓൾറെഡി നടന്നു. അപ്പോൾ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് തമ്മിലുള്ള കോമ്പിനേഷനാണ്. ഇത് പഠിച്ചു വെക്കുക. വെൻ ഓർ വൈലാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കൺജങ്ഷൻ കേട്ടോ. വെൻ അല്ലെങ്കിൽ വൈലാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കൺജങ്ഷൻ. ഇനി നമ്മൾ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കുന്നു. പെർസിസ്റ്റൻ്റ് നിലനിൽക്കുന്ന പാസ്റ്റ് ഹാബിറ്റുകളെ പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോറി, പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാബിറ്റ്സ് പറയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. എക്സാമ്പിൾ, ഓക്കെ, ഹി വാസ് ഓൾവേസ് സ്റ്റോറിങ് അറ്റ് നൈറ്റ്. സ്നോറിംഗ് എന്ന് വെച്ചാൽ എന്താ? കൂർക്ക വലിക്കുക. അവൻ എപ്പോഴും നൈറ്റിൽ കൂർക്ക വലിക്കും. ഇത് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പാസ്റ്റിൽ നടക്കുന്ന കാര്യമാണ്. മനസ്സിലായി? അവൻ എപ്പോഴും കൂർക്ക വലിക്കും, എപ്പോഴും രാത്രി കൂർക്ക വലിക്കും. ഇത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. സോ ഹി വാസ്, കണ്ടോ, വാസ് പ്ലസ് ഐ എൻ ജി, ഹി വാസ് ഓൾവേസ് സ്നോറിങ് അറ്റ് നൈറ്റ്. ഓക്കെ, ഷീ വാസ് ഓൾവേസ് കംപ്ലൈനിങ്. അവൾ എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊക്കെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാബിറ്റുകളെ കാണിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ കീവേഡ്സ് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. നമ്മൾ പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ ഐ ഫസ്റ്റ് മെറ്റ് ഹിം ഹി ഡാഷ് ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, വെൻ ഐ ഫസ്റ്റ് മെറ്റ് ഹിം ഹി ഡാഷ് ഇൻ ദ ഹോസ്പിറ്റൽ. എ വർക്ക്ഡ്, ബി ഹാഡ് ബീൻ working, C was working, D has been working. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. വെൻ ഐ ഫസ്റ്റ് മെറ്റ് ഹിം, ഓക്കെ, ഹി ഡാഷ് ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഞാൻ അവൻ ആദ്യമായിട്ട് മെറ്റ് ചെയ്തപ്പോൾ അവൻ ഹോസ്പിറ്റലായിരുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ്? പെർഫെക്റ്റ് ടെൻസുകളുടെ ഒരു കീവേഡോ ഒന്നുമില്ല. ഓക്കെ, ഹാസോ ഹാവോ ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് അല്ല എന്നറിയാം. പെർഫെക്റ്റ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഹാസ് ബീൻ വരുന്ന കാര്യങ്ങളെ, എച്ച് വരുന്ന കാര്യങ്ങളെ, എച്ചുകളെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് രണ്ടും തെറ്റാണ്, വരത്തില്ല. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? വെൻ വെച്ച് കമ്പൈൻ ചെയ്തിരിക്കുക. അപ്പം തന്നെ ഇത് എന്താണ്? കോമ്പിനേഷനാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള കോമ്പിനേഷനാണ്. ഓക്കെ, ഹി ഡാഷ് ഇൻ ദ ഹോസ്പിറ്റൽ എന്താണ്? ഹി വാസ് വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഹി വാസ് വർക്കിംഗ്. അവൻ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആയിരുന്നു, അവൻ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാൻ അവനെ കണ്ടപ്പോൾ. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഒരു പ്രവൃത്തി നടന്നു, ആ സമയത്ത് തന്നെ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്താ? സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. സോ അവിടെ നിങ്ങൾ എച്ചുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഹാസ് ബീൻ വരുന്ന രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാമേ. വെൻ ഐ കെയിം ഇൻ ദ ക്യാറ്റ് ഡാഷ് ഇൻ മൈ ചെയർ. ഓക്കെ, ചെയർ. ഓപ്ഷൻ എ സ്ലീപ്പിംഗ്, ബി ഈസ് സ്ലീപ്പിംഗ്, സി വാസ് സ്ലീപ്പിംഗ്, ഡി സ്ലെപ്റ്റ്. ഓക്കെ, നോക്കിയേ. വെൻ ഐ കെയിം ഇൻ, ഞാൻ അകത്തി കയറിയപ്പോൾ, മൈ ക്യാറ്റ് ഡാഷ് ഇൻ മൈ ചെയർ. ഓക്കെ, ഇവിടെ ഇതെന്താണ്? പ്രസൻറ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. എൻ്റെ പൂച്ച ചെയറിലിരുന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഞാൻ അകത്ത് വന്നപ്പോൾ. ഇവിടെ എന്ത് നടന്നു? സിമ്പിൾ പാസ്റ്റ് നടന്നു. ഓക്കെ, ഇവിടെ ഒരു ആക്ഷൻ നടന്നു, വേറൊരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി, വാസ് സ്ലീപ്പിംഗ്. അടുത്ത ടെൻസ് എന്ന് പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കീവേഡ് ഏതാണ്? നമ്മൾ പെർഫെക്റ്റുകളുടെ കീവേഡ് ഏതാണ്? സിമ്പിൾ. ഓക്കെ,
പ്രസന്റ് പെർഫെക്റ്റിന്റെ കീവേഡ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പെർഫെക്റ്റുകൾ എപ്പോഴും എച്ചുകളാണല്ലോ. അപ്പം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 അല്ലേ പഠിച്ചത്? പെർഫെക്റ്റ് ആണെങ്കിൽ എന്താണ്? എച്ചുകളാണ്. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണെങ്കിൽ പാസ്റ്റ് എന്ത് വരും? അതിന്റെ പാസ്റ്റ് ഹാഡ് പ്ലസ് V3 ആയിരിക്കും. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആയിരിക്കും ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി 2 പാസ്റ്റ് ആക്ഷൻസ് പൂർത്തിയായി. അതിൽ ഓക്കെ ആദ്യത്തെ പ്രവൃത്തിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ സൂചിപ്പിക്കുന്നത്. ഇതൊരു കോമ്പിനേഷനാണ്. ഓക്കെ, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ 2 ആക്ഷൻസ് കംപ്ലീറ്റഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, പാസ്റ്റിൽ 2 ആക്ഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആയി. അതിൽ ആദ്യത്തെ പ്രവൃത്തിനെ കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് സൂചിപ്പിക്കുന്നത്. അതിൽ ഓക്കെ അപ്പം അതിൻ്റെ മറ്റേ ആക്ഷൻ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, കോമ്പിനേഷനാണ്. നിങ്ങൾ കോമ്പിനേഷൻസ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കോമ്പിനേഷൻ. എക്സാമ്പിൾ പറഞ്ഞുതരാം. വെൻ ഐ അറൈവ്ഡ്. ഓക്കെ, 2 കോമ്പിനേഷൻസ് വരുമ്പോൾ 2 പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ 2 പ്രവൃത്തികളെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു കൺജങ്ഷൻ ഉണ്ടാകും. എപ്പോഴും വെന്നോ അല്ലെങ്കിൽ വൈലോ ഒക്കെ ആയിരിക്കും വരിക. വെൻ ഐ അറൈവ്ഡ് ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്. ഓക്കെ ഓക്കെ, വെൻ ഐ അറൈവ്ഡ് ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്. ഓക്കെ ഓക്കെ, ഇവിടെ ആദ്യം കംപ്ലീറ്റ് ചെയ്ത പ്രവൃത്തി നമ്മൾ പറഞ്ഞു പാസ്റ്റിൽ 2 ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, പാസ്റ്റിൽ 2 ആക്ഷൻ നടക്കും. അതിൽ ആദ്യം നടന്ന ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ആദ്യം എഴുതിയിരിക്കുന്നതല്ല, ആദ്യം നടന്ന പ്രവൃത്തി. ഓക്കെ, വെൻ ഐ അറൈവ്ഡ് ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്. ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോഴത്തേക്ക് സിനിമ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നടന്ന ഏതാ? സിനിമ തുടങ്ങുക എന്നുള്ളതാണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഇത് കണ്ടോ? ഹാഡ് കീവേഡ്, ഹാഡ് പ്ലസ് V3, H പ്ലസ് V3. ഓക്കെ, ഹാഡ് പ്ലസ് V3. അപ്പോൾ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ അറൈവ്ഡ്, ഐ അറൈവ്ഡ് പാസ്റ്റ്, ഇത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പം പാസ്റ്റിൽ 2 പ്രവൃത്തി നടക്കുന്നു. ഓക്കെ, അതൊരു കോമ്പിനേഷനാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ. അതിൽ ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റും ഓക്കെ രണ്ടാമത്തെ പ്രവൃത്തി എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റും ആയിരിക്കും. ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് ബിഫോർ വി അറൈവ്ഡ്. ഓക്കെ, നോക്കിയേ, ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് ബിഫോർ വി അറൈവ്ഡ്. കണ്ടോ? ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് ബിഫോർ വി അറൈവ്ഡ്. ഇത് കണ്ടോ? ഫസ്റ്റ് നടന്ന ഇതാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് പ്ലസ് ബിഫോർ വി അറൈവ്ഡ്. നമ്മൾ എത്തുന്നതിന് മുന്നേ സിനിമ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് തന്നെ തിരിച്ചു കൊടുത്തിരിക്കും. ഇത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കോമൺ എക്സാമ്പിൾ ആണ് വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ the train had already left. Okay, when I reached the station the train had already left. 2 പാസ്റ്റ് ആക്ഷൻ നടന്നു. ഞാൻ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു, ട്രെയിൻ പോവുകയും ചെയ്തു. ഇതിൽ ആദ്യം നടന്നതാണ് എപ്പോഴും എന്തിൽ വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്നത്. ഓക്കെ, ട്രെയിൻ ഓക്കെ ഹാഡ് ലെഫ്റ്റ്, ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇതാണ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, കോമ്പിനേഷൻ എപ്പോഴും പഠിച്ചു വയ്ക്കുക. പാസ്റ്റ് പെർഫെക്റ്റിൽ 2 കോമ്പിനേഷൻ. പാസ്റ്റിൽ നടന്ന 2 പ്രവൃത്തി. അതിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടക്കുന്നത് സിമ്പിൾ പാസ്റ്റും ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു അൺഫുൾഫിൽഡ് ആയിട്ടുള്ള വിഷിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിലേറ്റിംഗ് ടു ദ പാസ്റ്റ്. ഓക്കെ, എനിക്ക് പാസ്റ്റിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പണ്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ട്. ഇപ്പോഴും അത് ഫുൾഫിൽ ആകാതെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു വിഷ്, അത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്, നടന്നില്ല. സോ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ എന്താണ്? ഐ വിഷ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡർ. ഓക്കെ, ഇതൊക്കെ റയർ ആണ്, ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു വിഷ്. ഓക്കെ, ഐ വിഷ് ഞാൻ ആഗ്രഹിക്കുന്നു. ഹാഡ് V3, ഹാഡ് വർക്ക്ഡ് H പ്ലസ് V3. അപ്പോൾ ഹാഡ് V3 വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്. ഹാർഡർ. ഓക്കെ, ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡർ. ഞാൻ പണ്ട്
കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്ക് പോവുകയാണ്. ഓക്കെ, പണ്ട് കുറച്ചുകൂടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയേനെ. ഓക്കെ, അങ്ങനെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഓക്കെ, ഐ വിഷ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡർ. ഞാൻ പണ്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻ എന്തിലുള്ളൂ? പാസ്റ്റ് പെർഫെക്റ്റേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ കോമ്പിനേഷൻസ് പഠിക്കുക. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഈ ഒരു കാര്യം റയറാണ്, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. ഓക്കെ, പണ്ട് നടന്നിട്ടുള്ള ഒരു അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു വിഷ്, ഒരാഗ്രഹം എനിക്കിപ്പോൾ സാധിക്കാൻ പറ്റിയില്ല. സോ അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ എന്താണ്, ഈ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കൊരു 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഓൾ ദ റൂംസ് ബിഫോർ ഐ ലെഫ്റ്റ് ദ ഹൗസ്. ഓക്കെ, I dash all the rooms before I left the house. Option A, have locked. Option B, locked. Option C, had locked. Option D, was locked. Okay, എന്താണ് നോക്കിയേ, I dash all the rooms before I left the house. Okay, ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ റൂമെല്ലാം ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തു, നന്നായിട്ട് അടച്ചു, ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ബിഫോർ ഐ ലെഫ്റ്റ്, കണ്ടോ, ലെഫ്റ്റ് ദ ഹൗസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തായാലും ലെഫ്റ്റ് V3 ഫോമാണ്, നമുക്കറിയാം ഇത് പെർഫെക്റ്റ് ആണെന്ന്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഒഴിവാക്കാം, വാസ് എന്നുള്ള ഫോംസ് ഒഴിവാക്കാം, കണ്ടിന്യൂസ് ഫോംസ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഐ എന്താണ്, ഐ പ്ലൂറലാണ്. ഓക്കെ, ഐ പ്ലൂറൽ ആയതുകൊണ്ട് എന്തേ വരുള്ളൂ, ഐയുടെ കൂടെ. ഓക്കെ, ഇവിടെ V3 ഫോമാണ്, പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഐ ഹാഡ് ലോക്ക്ഡ്, സോറി ഐ ഹാവ് ലോക്ക്ഡ് ആണ്. ഐ പ്ലൂറൽ ആയതുകൊണ്ട് ഐ ഹാവ് ലോക്ക്ഡ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റാം. ഓക്കെ, പാസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഹാഡ് ലോക്ക്ഡ് എഴുതും. പക്ഷെ എപ്പോഴും ഇവിടെ സബ്ജക്റ്റിന് നോക്കുക, സബ്ജക്റ്റ് ഐ ആണ്, ഐ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഐയുടെ കൂടെ ഹാവ് ആണ് വരിക, ഐ ഹാവ് ലോക്ക്ഡ് വരും. ഓക്കെ, അടുത്തത്, when we reached the stadium, the players dash the playground. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലെഫ്റ്റ്, lived, C are leaving, D had left. ഓക്കെ, ഇവിടെ 2 കോമ്പിനേഷനാണ്, കണ്ടോ. നിങ്ങൾക്ക് വെൻ കാണുമ്പോൾ തന്നെ ഒരു കൺജക്ഷൻ വെച്ച് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ, ഈ ഓപ്ഷൻ ഒന്നും കാണാതെ തന്നെ നിങ്ങൾക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ്റെ ടെൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ വെൻ എന്ന് പറഞ്ഞ ഒരു കൺജക്ഷൻ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെൻ വി റീച്ച്ഡ് ദ സ്റ്റേഡിയം, ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴത്തേക്ക് പ്ലേയേഴ്സ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഇതിൻ്റെ പൊരുൾ. അപ്പോൾ ഫസ്റ്റ് നടന്ന കാര്യം എന്താണ്, പ്ലേയേഴ്സ് പോയതാണ്. രണ്ടാമതാണ് ഞങ്ങൾ എത്തിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നടന്ന എപ്പോഴും എന്തായിരിക്കും, സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ഫസ്റ്റ് നടന്ന എപ്പോഴും എന്തായിരിക്കും, പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തെടുക്കുക, സിമ്പിൾ പാസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഇവിടെ ആരായിരിക്കും വരിക, ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, അടുത്ത ടെൻസ് കൂടെ അങ്ങ് പറയാം. പാസ്റ്റിൻ്റെ ലാസ്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് നിങ്ങൾ ഇതിൻ്റെ ബേസ് ഫോം നേരത്തെ പോലെ എഴുതുന്നത് നോക്കിയിട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ എഴുതിയേ, ഓക്കെ, പെർഫെക്റ്റ് ആയതുകൊണ്ട് എപ്പോഴും എന്താ എച്ചുകളായിരിക്കുമല്ലോ. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് എന്താണ്, ഹാസ് ഓർ ഹാവ് പ്ലസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് പ്ലസ് ഇവിടെ ING ഉപയോഗിച്ചു. ഇവർ തമ്മിൽ കണക്ട് ചെയ്യാൻ ബീൻ എടുത്തു. ഓക്കെ, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ഇവിടെ വരുമ്പോഴത്തേക്കിന് എന്താണ്, സെയിം സാധനം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം ഇവരുടെ പാസ്റ്റ് വരും, ഹാസിൻ്റെ ഹാവിൻ്റെയും പാസ്റ്റ് വരും. ആര് വരും, ഹാഡ് വരും. ഓക്കെ, പ്ലസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആര് വരും, പേര് നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. പാസ്റ്റ് ഇവിടെ പ്രസൻ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റുകളുടെ പ്രസൻറ്റ് ഹാസ് ഹാവ് ആണ്. അപ്പോൾ അവരുടെ പാസ്റ്റ് എടുക്കുക, ദാറ്റ് ഈസ് ഹാഡ്. ഓക്കെ, പ്ലസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആര് വരും, ING വരും. ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് ഹാസിനെ ഹാവിനെ ഡയറക്റ്റ് ING ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്ലസ് ആര് വേണം, ബീൻ വരും. ഓക്കെ, ഹാഡ് ബീൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING ആണ് ഇവരുടെ കീവേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഹാവ് ബീൻ പ്ലസ് ING വരും. ഓക്കെ,
ഓക്കെ, പാസ്റ്റിൽ തുടങ്ങി. ഓക്കെ, സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ പാസ്റ്റ് ആൻഡ് എൻഡ് ഇൻ പാസ്റ്റ്. ഓക്കെ, പാസ്റ്റ് തുടങ്ങി, പാസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ എൻഡ് ചെയ്ത രണ്ട് പ്രവർത്തികൾ. ഓക്കെ, പാസ്റ്റ് തുടങ്ങി പാസ്റ്റിൽ, ഓക്കെ, പാസ്റ്റിൽ തന്നെ തുടങ്ങി പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ എൻഡ് ചെയ്ത പ്രവർത്തികളെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എല്ലാത്തിലും സിമ്പിൾ പാസ്റ്റ് ആണ് ആദ്യം വരിക. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കുറേ പ്രവർത്തികൾ ഉണ്ടാവാം. പാസ്റ്റ് തുടങ്ങി പാസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ എൻഡ് ചെയ്തു. ഓക്കെ, അപ്പം സിമ്പിൾ പാസ്റ്റ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കോമ്പിനേഷനാണ്. എക്സാമ്പിൾ, ഷീ ഹാഡ് ബീൻ reading when I entered the classroom. Okay. She had been reading when I entered the classroom. ഞാൻ ക്ലാസ് റൂമിലേക്ക് കയറിയപ്പോഴത്തേക്കും അവൾ ഓൾറെഡി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വായിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ആയിരുന്നു. ഓക്കെ, ഞാൻ ക്ലാസ് റൂമിൽ കയറിയപ്പോഴത്തേക്കും അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ നോക്കിയേ, ഷീ ഹാഡ് ബീൻ റീഡിങ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ. ഓക്കെ, സോ ഷീ ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി. ഓക്കെ, അപ്പോൾ ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വെൻ ഐ എൻറ്റേർഡ് ദ ക്ലാസ് റൂം, എൻറ്റേർഡ് പാസ്റ്റിൽ വരുന്ന കാര്യമാണ് സിമ്പിൾ പാസ്റ്റ്. എൻറ്റേർഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഫോം. എൻറ്റേർഡ് ദ ക്ലാസ് റൂം, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ ഡാഡ് ബിഫോർ she came. Okay, I had been talking to my dad before she came. അവൾ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഫാദറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി. ഓക്കെ, ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി വരുമ്പോൾ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്ലസ് ബിഫോർ ഷീ കെയിം, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ ഓർത്ത് വയ്ക്കുക, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ കോമ്പിനേഷൻ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, he said that he dash English since 1995. Okay, he said that he dash English since 1995. Okay, have been learning, had been learning, has learned, will have learned. Okay, he said that he dash English since 1995. Okay, since for എന്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? പ്രസൻറ്റ് പെർഫെക്റ്റിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിലായത് കൊണ്ട് തന്നെ എന്തായിരിക്കും? പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും വരിക. ഓക്കെ, ഈ ഹാവ് ബീൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, സിൻസ് ഫോർ എവിടെയാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോ ഈ ഹാവ് ബീൻ ലേണിംഗ് ആണ് ആൻസർ വരിക. ഡാഷ് 3 miles day before she broke her leg. Okay, Martha dashed 3 miles a day before she broke her leg. Okay, A has been walking. B will have been walking. C had been walking. D walks. Okay, Martha dashed 3 miles a day before she broke her leg. Okay, അപ്പോൾ എന്താണ്? ബിഫോർ ഷീ ബ്രോക്ക് ഹർ ലെഗ്. ഓക്കെ, ഇവിടെ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ബ്രോക്ക് ഹർ ലെഗ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ കോമ്പിനേഷൻ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ മാർത്ത ഹാഡ് ബീൻ വാക്കിംഗ്. ഓക്കെ, കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഓക്കെ, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ എന്താണ്? ഡിഡ് പ്ലസ് V1 വരും. പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ എന്താണ്? വാസ് ഓർ വെർ പ്ലസ് ING വരും. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ എന്താണ് വരിക? പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പം
ഹാഡ് പ്ലസ് V3 വരും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പം ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING വരും. ഓക്കെ, ഈ ഒരു കീവേഡ്സും അതിൻ്റെ ബേസ് ഫോംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് എളുപ്പമാണ്. ഇതിൽ കുറേ കോമ്പിനേഷൻസ് വരുന്നുണ്ട്, കോമ്പിനേഷനും പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്കിനി ഫ്യൂച്ചർ ടെൻസ് മാത്രമേ ഉള്ളൂ, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.